ഇസ്രായേലിന്റെ തിരിച്ചടി അത് ഏത് തലത്തിലായിരിക്കും എന്നുള്ളതാണ് ഇനി നോക്കി കാത്തിരുന്ന് കാണേണ്ടത് എന്നുള്ളതാണ്. ഇസ്രായേലിന്റെ തിരിച്ചടി ഏത് തലത്തിലായിരിക്കും, അവർ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണാൻ പോകുന്നത്, അത് ഏതൊക്കെ രാജ്യങ്ങളുടെ പിന്തുണ അവർക്ക് ലഭ്യമാകും. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ലോക രാജ്യങ്ങളുടെ ക്രമത്തിൽ സമീപകാലത്തായി വന്ന ഒരു മാറ്റമുണ്ട്. ഇസ്രായേലിന് അനുകൂലമായും ഇത്തരം സ്വന്തം ശത്രുക്കളെ, അതായത് രാജ്യത്തിനുള്ളിലും പുറത്തുമുള്ള ശത്രുക്കളെ ആക്രമിക്കാനും അവരെ ഇല്ലാതാക്കാനുമുള്ള റൈറ്റ് അതാത് രാജ്യത്തിനുണ്ട് എന്നുള്ള ഒരു കോമൺ പ്രിൻസിപ്പിൾ ഏതാണ്ട് പൂർണ്ണമായും എല്ലാവരും അംഗീകരിച്ച മട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അത് ഇസ്രായേലിന് സഹായകരമാകുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം, ഇസ്രായേലിലേക്ക് കടന്നുള്ള ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം വന്ന ഒരു ലോകക്രമത്തിലെ മാറ്റമാണ് എന്നുകൂടി ചേർത്ത് വായിക്കണം. ആ പിന്തുണ അത്തരത്തിൽ ലഭിക്കുകയാണെങ്കിൽ ഇറാനെ അറ്റാക്ക് ചെയ്യാൻ നേരത്തെ ശ്രീ സജീവൻ ആന്റണി പറഞ്ഞ പോലെ ഇറാന്റെ ഈ പറഞ്ഞതുപോലെയുള്ള ഭീകര കേന്ദ്രങ്ങളെയെങ്കിലും ആക്രമിക്കാൻ ഇസ്രായേലിന് മടിയുണ്ടാകില്ല. അത് വരും മണിക്കൂറുകൾ സംഭവിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ഞാൻ കാണുന്നത് ഇറാനെ സംബന്ധിച്ചോളം ഇസ്രായേലിന്റെ ഓപ്ഷൻസ് ഡെഫിനറ്റ്ലി അവർ സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടാവാതിരിക്കാനുള്ള മാക്സിമം കാര്യങ്ങൾ അവർ നോക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറാന്റെ ജനതയെ ടാർഗറ്റ് ചെയ്യാതെ അവിടുത്തെ ഇൻസ്റ്റാളേഷൻസ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിനായിരിക്കും അവർ ടാർഗറ്റ് ചെയ്യാൻ കൂടുതലും ശ്രദ്ധിക്കുക. അതായത് ഒന്നീ മിലിറ്ററി ഇൻസ്റ്റാളേഷൻസ്, അതിനകത്ത് ചില എയർബേസസ്. കാരണം ഇറാൻ സ്ട്രൈക്ക് ചെയ്തതും ഇസ്രായേൽ എയർബേസിനെയാണ്. അപ്പൊ അതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യവും എയർബേസിനെയായിരുന്നു സ്ട്രൈക്ക് ചെയ്തത്. ആ എയർബേസിന് കുറച്ച് ഡാമേജ് വന്നെന്ന് മാത്രമേ ഉള്ളായിരുന്നു, വേറെ ഒന്നും പറ്റിയില്ലായിരുന്നു. ഇപ്രാവശ്യവും അതേ എയർബേസിനാണ് അവർ ടാർഗറ്റ്. അപ്പം തിരിച്ച് അവർക്ക് ഒരു മിലിറ്ററി ടാർഗറ്റ് ചെയ്യാന്നുള്ള ഒരു ലെജിറ്റിമേറ്റ് ആയിട്ട് ഒരു ക്ലെയിം അവർക്ക് ചെയ്യും. മൂന്നാമതായിട്ട് നാച്ചുറലി ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസിന് ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ കൂടുതൽ സാധ്യത അവരുടെ ഓയിൽ ഫീൽഡ്സ് അല്ലെങ്കിൽ ഓയിൽ ആയിട്ടുള്ള ആ ഒരു ഇൻഡസ്ട്രിയെ ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം ഇസ്രായേൽ നടത്തേക്കാം എന്നുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കാരണം അങ്ങനെ ഓയിൽ ടാർഗറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ഇറാന്റെ ഇക്കോണമിയെ കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ഞാൻ കാര്യം പറയേണ്ട കാരണം എന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം അതായത് 2-3 ദിവസം മുമ്പ് ഹുത്തീസിനെ ടാർഗറ്റ് ചെയ്തപ്പം യമനില് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തത് അവരുടെ മിലിറ്ററി ടാർഗറ്റ്സിനെ മാത്രമല്ല, അവരുടെ ഓയിൽ റിഫൈനറി, അതായത് യമനിലെ ഓയിൽ റിഫൈനറി വരെ ടാർഗറ്റ് ചെയ്തത്. അത് ഡയറക്റ്റ് ആയിട്ട് ഹുത്തീസിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പോലും അവിടെ അവർ യൂസ് ചെയ്യുന്ന ബേസ് എന്നുള്ള നിലയിലാണ് അവിടെ ടാർഗറ്റ് ചെയ്തത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇറാന്റെ ഓയിൽ ഫീൽഡിനെയും ഇസ്രായേലിൽ ടാർഗറ്റ് ചെയ്തേക്കാം എന്നുള്ളൊരു ശ്രമം. കാരണം അത് വലിയ രീതിയിലേക്ക് ഒരു എഫക്ട് ചെയ്യും. പക്ഷെ എന്നിരുന്നാലും ശ്രീരഞ്ജിത്ത്, ഇസ്രായേലിന്റെ ഒരു റെസ്പോൺസ് അത് സ്പെസിഫിക് ആയിരിക്കും. വളരെ ഒരു ഏത് ടാർഗറ്റിനാണോ ചെയ്തത് അതിനു വേണ്ടി മാത്രമായിരിക്കും അവർ ചെയ്യുന്നത്. അവർ ഈ എല്ലാം വലിയ രീതിയിൽ ഒരു തിരിച്ചടി, ഇപ്പൊ ഇവർ അയച്ച പോലെ 400 മിസൈൽ എന്ന് ആയിരിക്കത്തില്ല. അവർ വളരെ ടാർഗറ്റഡ് ഏതൊരു ടാർഗറ്റാണോ ചെയ്തത് അതിനെ മാത്രം ചെയ്തിട്ട് അവർ വിടും. ഇതല്ലാതെ നമ്മളെല്ലാം കരുതിയിരിക്കേണ്ട വേറൊരു കാര്യം, നമ്മളൊന്നും വിചാരിക്കുന്നതിന്റെ അപ്പുറം വേറെ ഒരു ഓപ്ഷൻ ഇസ്രായേലിന്റെ മനസ്സിലുണ്ടോ അത് നമുക്കിപ്പോൾ അറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വെയിറ്റ് ആൻഡ് വാച്ച് മാത്രമേ നമുക്ക് ഇപ്പം പറയാൻ പറ്റൂ. പക്ഷെ എങ്ങനെയായാലും US-ന്റെ വലിയ സപ്പോർട്ട് ഉണ്ട്. ആൻഡ് മറ്റുള്ള രാജ്യങ്ങൾക്ക് ശ്രീ ഡിന്നി, നമുക്ക് ഇസ്രായേലിന് എത്ര പിന്തുണ ലഭിക്കും, ഇറാന് എത്ര പിന്തുണ ലഭിക്കും എന്നതും പ്രധാനമാണല്ലോ. ഇപ്പോൾ അറബ് രാജ്യങ്ങളുടെ പിന്തുണ പോലും ഇറാൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സംശയമാണ്. അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായാൽ ഇറാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് പോകേണ്ടി വരുമോ? ഈ ഹിസ്ബുള്ള പോലെയുള്ള സംഘടനകളുടെ പിന്തുണ അല്ലാതെ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി ഇതിനെ പ്രതിരോധിക്കാൻ ഇറാൻ സാധിക്കുമോ എന്നുള്ളതാണ്. കാരണം ഇസ്രായേൽ വളരെ കൃത്യമായി മുന്നറിയിപ്പ് നൽകിയ ഒരു കാര്യം കൂടി ചേർത്ത് വായിക്കണം. അതായത് ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ എങ്ങനെ തിരിച്ചാക്രമിക്കും, ഞങ്ങൾ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. അത് ശക്തമായ ഭാഷയിലുള്ള വാക്കുകൾ കൂടിയാണ്. ശ്രീരഞ്ജിത്ത്, ഇപ്പം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് 2 രാജ്യങ്ങൾ, ഒന്ന് റഷ്യയും ഒന്ന് ചൈനയുമാണ്. ഈ ഒരു യുദ്ധത്തിൽ ചൈന അല്ലെങ്കിൽ റഷ്യ ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും മിലിറ്ററി സപ്പോർട്ട് ഇറാനിന് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ചിലപ്പോൾ UN-ൽ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് തരും, അതായത് ഒന്നും ചെയ്യരുത് എന്നൊക്കെ ഉള്ള രീതി. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ US ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ അതേ രീതിയിൽ റഷ്യ ചൈനയോ ഇറാനെ സപ്പോർട്ട് ചെയ്യത്തില്ല എന്നുള്ളത് ഒരു ഏകദേശം നമുക്ക് ഒരു ഉറപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ മറ്റ് മിഡിൽ ഈസ്റ്റ് കൺട്രീസ്, നേരത്തെ പറഞ്ഞ പോലെ സൗദി അറേബ്യ, UAE, അവരൊന്നും ഈ കാര്യത്തിൽ ഇറാന്റെ പക്ഷത്തെ അല്ല, മറിച്ച് അവർ വേണമെങ്കിൽ US-നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വരും. അവിടാണ് ഇറാൻ തികച്ചും മിലിറ്ററി കാര്യങ്ങളിൽ ഇപ്പം ഐസൊലേറ്റഡ് ആയി എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റു ചില ചെറിയ ഇപ്പൊ ഇറാഖിലെ ചില ഷിയ ഗ്രൂപ്പ് സപ്പോർട്ട് ചെയ്യുന്നു,
അല്ലെങ്കിൽ ഹെസ്ബുള്ള അവിടുന്ന് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നു, അതൊന്നും ഒരു ഇസ്രായേലിനെ സംബന്ധിച്ചോളം അതൊരു ഒരു ഇറിറ്റന്റ് ആണെന്ന് ഒരു അല്ലാതെ വലിയൊരു രീതിയിലേക്കുള്ള ഒരു പ്രശ്നം അവർക്ക് കാണുന്നില്ല. അവരെ സംബന്ധിച്ചുള്ള റഷ്യയോ ചൈനയോ അങ്ങനെ എന്തെങ്കിലും ഒരു അസറ്റ്സ്, മിലിറ്ററി അസറ്റ്സ് കൊടുക്കുകയോ അല്ലെങ്കിൽ മിലിറ്ററി സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു വിഷയമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഇറാനിന് അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു അവസ്ഥയിലല്ല റഷ്യ. കാരണം അവരുടെ യുദ്ധം തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ചൈനയെ സംബന്ധിച്ചോളം അവർ ഇപ്പൊ ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ ഡയറക്റ്റായിട്ട് ഇടപെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെ ചോദ്യത്തിന് ഉത്തരം, ഇപ്പം ഇറാൻ ഡെഫിനറ്റ്ലി ഒറ്റയ്ക്ക് തന്നെയാണ്. ആ ഒരു ആംഗിളിലൂടെയാണ് എനിക്ക് തോന്നുന്നു ഇസ്രായേൽ അവർ ആ അറ്റാക്ക് നടത്തുമ്പോൾ അതെല്ലാ ഫാക്ടേഴ്സും കൂടെ ചെയ്തിട്ട് തന്നെ ആയിരിക്കും അവർ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഏതായാലും ഒരു യുദ്ധം ആസന്നമായിരിക്കുന്നു എന്ന കാര്യത്തിൽ അത്തരത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ആക്രമണത്തിന് തിരിച്ചടിയായി തന്നെ സ്വാഭാവികമായും ഇസ്രായേൽ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് എപ്പോൾ സംഭവിക്കുമെന്നതാണ് നോക്കിക്കാണേണ്ടത്. ഏതായാലും നന്ദി ശ്രീ കേരൾ ഡിന്നി, ഞങ്ങളോടൊപ്പം ഇത്രയും സമയം പ്രതികരിച്ചതിന്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ഇന്നലെ രാത്രിയാണ് 200ഓളം മിസൈലുകൾ ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ ടെലവീവിലടക്കം പതിച്ചത്. ഇസ്രായേൽ കാര്യമായ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഇസ്രായേലിനെ ഞെട്ടിക്കാൻ ഇറാന് സാധിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല എന്നതുകൂടി ചേർത്ത് വായിക്കേണ്ടി വരും. നമുക്ക് ദൃശ്യങ്ങളിൽ അത് വളരെ വ്യക്തമായി തന്നെ കാണുകയും ചെയ്യാം. ഇസ്രായേലിനെ ഞെട്ടിച്ച ഇറാന്റെ വ്യോമാക്രമണം. נפילות של החיים בנבטים, נפילות בנבטים אחי, נפילות קשות בנבטים, שומע? וואו 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 וואו, הכל נופל לנבטים, אני אומר לך מתקפה אחת החזקות. Oh my gosh. The flip is that? Getting out of here. It's a missile. Oh my god. Look at this. Oh my gosh. The flip is that? Getting out of here. It's a missile. Oh my god. Look at this. Oh my gosh. The flip is that? Getting out of here. It's a missile. Oh my god. Look at this. Oh my gosh. The flip is that? Getting out of here. It's a missile. Look at this. Oh my gosh. The flip is that? Getting out of here. It's a missile. Oh my god. Look at this. Oh my gosh. The flip is that? Getting out of here. It's a missile. Oh my god. Look at this. Oh my gosh. The flip is that? Getting out of here. It's a missile. Oh my god. Look at this. Oh my gosh. The flip is that? Getting out of here. It's a missile. Look at this. Oh my gosh. The flip is that? Getting out of here. It's a missile. Oh my god. Look at this. Oh my ഇസ്രായേലിന്റെ gosh. വ്യോമാക്രമണത്തിൽ